ഞാൻ വിചാരിച്ച ഇവിടെ ഈ നമ്മുടെ ഈ കൊട്ടാരക്കരയിലെ മുനിസിപ്പാലിറ്റിയിലെ വികസന പരിപാടികളെ സംബന്ധിച്ചൊരു വലിയ സെമിനാറും ചർച്ചയൊക്കെയാണ്. അപ്പോൾ അത് കവർ ചെയ്യാനാണ് നിങ്ങൾ എത്തിയേക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കവർ ചെയ്യും. പക്ഷേ ഒരു പ്രധാന വിഷയം ഇപ്പോൾ ഇതാണല്ലോ, മുകേഷ് MLA-ക്കെതിരെ നിരന്തരം ആരോപണങ്ങൾ വരുന്നു, ഇന്നും ഇപ്പോൾ വന്നിരിക്കുകയാണ്. എന്താണ് ഞാനിപ്പോൾ ഇന്നിപ്പോൾ വന്ന കാര്യങ്ങൾ കണ്ടില്ല. ഒരു കാര്യം ഞാൻ പറയാം, ആ കാര്യം സംബന്ധിച്ച് വ്യത്യസ്തമായ പ്രത്യേകം ഒരു കാര്യം ഇപ്പോൾ പറയേണ്ടതില്ല. കാരണം ഇപ്പോൾ അതെല്ലാം ഓൾറെഡി ഗവൺമെൻറ് ഇക്കാര്യം സംബന്ധിച്ച് അഭിപ്രായമുണ്ട്, നിയമപരമായ കാര്യങ്ങളും മറ്റും നടക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് വേറൊന്നും ഇപ്പം പറയേണ്ട കാര്യമില്ല. അതിനകത്ത് വേറൊരു കാര്യവും പുതുതായിട്ട് പറയാനില്ല. അപ്പോൾ അത് സംബന്ധിച്ച് പിന്നെ ഇപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ സമീപനം എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് പറയാനില്ല. MLA-യുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം വലിയ പ്രതിഷേധത്തിലാണ്. അല്ല, പ്രതിപക്ഷം പറയുന്നത് രാഷ്ട്രീയമായിട്ട് അവർ കാര്യങ്ങൾ പറയുമല്ലോ. അത് പ്രതിപക്ഷം പറയുന്നത് രാഷ്ട്രീയമായ കാര്യമാണ്. ഞാൻ പറഞ്ഞത് ഇത് സംബന്ധിച്ച് ഗവൺമെൻറ് എടുത്ത നിലപാട്, ഭരണപരമായ കാര്യങ്ങൾ, നിയമപരമായ കാര്യങ്ങളെല്ലാം അത് വേറെ നമ്മൾ കാണേണ്ടതാണ്. പ്രതിപക്ഷം രാഷ്ട്രീയമായി കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. രാഷ്ട്രീയമല്ല ഇതിനകത്തെ വിഷയം. അത് ഞാൻ അതിന് ആ രാഷ്ട്രീയമായ മറുപടി പറയുന്നില്ല. പ്രതിപക്ഷം രാഷ്ട്രീയമായ ലക്ഷ്യത്തോടു കൂടി പറയുന്ന കാര്യങ്ങൾ നമ്മൾ ആ തരത്തിലെടുത്താൽ മതി. ബാക്കി കാര്യങ്ങളെ പറ്റിയുണ്ട്. ഇതിലൊരു വിഷയം എന്ന് വെച്ചാൽ ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും പറയുന്നത് ഇത്തരത്തിൽ ആരോപണങ്ങൾ വന്നപ്പോൾ UDF MLA-മാർ രാജിവെച്ചില്ല എന്ന് പറയുന്നത്. പക്ഷേ അതല്ല ഇവിടുത്തെ ഒരു വിഷയം. ഒരു ഹേമ കമ്മിറ്റി, ഒരു രംഗത്തെ മുഴുവൻ പഠിക്കാനായി ഒരു കമ്മിറ്റി വയ്ക്കുകയും അവിടെ നിന്ന് അവരുടെ ആ ഒരു ഈ റിപ്പോർട്ടിന് ശേഷമാണ് നിരന്തരം ആരോപണങ്ങൾ, അതും ഒരു MLA എന്നുള്ള ഒരു നടനും കൂടിയായ വ്യക്തിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിക്ക് നിസ്സാരവൽക്കരിക്കാൻ കഴിയുമോ? ഞാനിപ്പോൾ അത് സംബന്ധിച്ച് വേറെ ഒരു കാര്യവും പറഞ്ഞില്ല, മറ്റു വിശദീകരണങ്ങളൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ ഇത്തരം ഒരു കാര്യമല്ല, ഒരാളെ പറ്റിയല്ല, ധാരാളം ആളുകളെ പറ്റി കാര്യങ്ങൾ വരുന്നുണ്ട്. അതിനകത്ത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, നടപടിക്രമങ്ങൾ നടക്കുകയാണ്. അതിനകത്ത് വേറൊരു കാര്യം ഞങ്ങളാരും പറയേണ്ടതില്ല. അതിന് നടപടിക്രമങ്ങൾ ഇത് ഈ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം വരുന്നത് പൊതുവിൽ അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അതിനകത്ത് വേറൊരു കാര്യം ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഈ സിനിമ നയരൂപീകരണത്തിൽ ഉൾപ്പെടെ മുകേഷ് MLA ഉൾപ്പെട്ടിരിക്കുകയാണ്. അത് ശരിയാണോ? കമ്മിറ്റിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കുമോ? ഇത് ഞാൻ പറഞ്ഞല്ലോ, അതെല്ലാം ബന്ധപ്പെട്ട ആളുകൾ പറയും. ഇത് സംബന്ധിച്ച് ഇതിനപ്പുറം ഇപ്പം പറയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു അതിനകത്ത് ഇപ്പോൾ അതല്ലാതെ വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നോക്കാം. പാർട്ടിയും LDF ഗവൺമെൻറ്റും ഇത്തരം കാര്യത്തിൽ പ്രതിരോധത്തിലാവില്ല. കാരണം ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്. ഞങ്ങളതിനകത്ത് സമീപനം എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരാടെയോ ഒന്നിലധികം കാര്യം ഇതിനകത്ത് കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. അത് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന്, ഇന്ത്യയിലെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള സിനിമാ രംഗത്തുള്ളവരും സാംസ്കാരിക രംഗത്തുള്ളവരും എന്ന് പറഞ്ഞല്ലോ, ലോകത്തൊരു സ്ഥലത്തും ഇത്രയും ശക്തമായ നിലപാടെടുത്തിട്ട് ഒരു ഗവൺമെൻറ് തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഞാൻ പറഞ്ഞതൊരു കമ്മിറ്റി വെക്കാനും പഠിക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എടുത്തൊരു ആർജവത്തെപ്പറ്റി പൊതുവിൽ അഭിപ്രായം വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ വിമർശനം പ്രതിപക്ഷം പറയാം, മാധ്യമങ്ങളെന്ന നിലങ്ങളും ഇത്തരം കാര്യങ്ങൾ ചോദിക്കാം. ഗവൺമെൻറ് അതിനകത്ത് ശക്തമായ നിലപാടുണ്ട്, അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ കാര്യങ്ങൾ വരുമ്പോഴും അതിനെപ്പറ്റി പിന്നെ വ്യത്യാസത്തോടു കൂടി ഓരോന്നും പറയേണ്ട കാര്യമില്ല. പൊതുവായ നിലപാടാവുള്ളത്. പാർട്ടി വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പരിശോധിക്കും. പാർട്ടിയും ഗവൺമെൻറ്റും ഒക്കെ ഇക്കാര്യത്തെ സംബന്ധിച്ച് വളരെ ഗൗരവത്തോടു കൂടി പരിശോധിച്ചുകൊണ്ടല്ല ഇത്തരം കാര്യങ്ങൾ വന്നത്. അല്ലാതെ ഒളിച്ചോടിയൊന്നും പോകുന്ന ഒരു സമീപനം ഞങ്ങളുടെ പാർട്ടിയും ഗവൺമെൻറ്റോട് സ്വീകരിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ വന്നപ്പോഴും അതിൽ ഒരു ഭരണപക്ഷ MLA-യുടെ പേര് വരുന്നു. ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും MLA-മാരുടെ പേരോ പ്രമുഖരായ സിനിമാ നടന്മാരുടെ പേരോ ഒക്കെ നിൽക്കട്ടെ, അതെല്ലാം ഉണ്ടെങ്കിലും അതിനെല്ലാം ഒരേ നിയമക്രമമല്ലേ ഉള്ളത്, ഒരേ നടപടിക്രമമല്ലേ ഉള്ളത്. ആ നടപടിക്രമത്തിനകത്ത് ഗവൺമെൻറ് യാതൊരു തുടർച്ചയായി മൂന്നാമത്തെ ദിവസമാണ് ഇപ്പോൾ ആരോപണങ്ങൾ ഇവിടുത്തെ MLA-ക്കെതിരെ വരുന്നത്. അത് നിങ്ങൾ ഒരു കാര്യം മാത്രം ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ടാണ്. പല കാര്യങ്ങൾ വരുന്നുണ്ട്. അത് വരട്ടെ. ഞാൻ പറഞ്ഞു അതിനെ സംബന്ധിച്ച് ഇനിയിപ്പോൾ കൂടുതൽ പറയേണ്ടതില്ല. നിയമപരമായ കാര്യങ്ങൾ കേട്ടില്ല. ഈ ഓണക്കാലത്തെ സംബന്ധിച്ച് ഒരു സംശയമൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. എല്ലാ മാസവും പെൻഷൻ കൊടുക്കുമെന്നാണല്ലോ പറഞ്ഞേക്കുന്നത്. ഈ മാസത്തെ പെൻഷൻ കൊടുക്കാനായിട്ടുള്ള ഓർഡർ കഴിഞ്ഞ ദിവസം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ മാസം പെൻഷൻ കൊടുക്കും. ഈ മാസം അടുത്ത മാസം വരുമ്പം എത്രയാണ് കൊടുക്കേണ്ടതെന്നുള്ളതിനെപ്പറ്റി ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഓരോ മാസത്തെ പെൻഷൻ ഉറപ്പാക്കുക എന്നുള്ള ഒന്നാമത്തെ കാര്യം. ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞത് വയനാട് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. അദ്ദേഹം മൂന്നാമത്തെ പ്രാവശ്യം പ്രധാനമന്ത്രി ആയതിനു ശേഷം ആദ്യമായിട്ടാണ് ഒരു ഔദ്യോഗികമായിട്ടുള്ള കാണാൻ പോകുന്നത്. കേരളം നേരിടുന്ന കടുത്ത ഉപരോധവും ചൂഷണവും നിരന്തരമായി നമ്മൾ ഉന്നയിക്കുന്നതാണ്. ആ കാര്യം വീണ്ടും ഉന്നയിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മളെ വല്ലാത്ത തരത്തിലേക്ക്, നമ്മളെ ഒരു സ്റ്റേറ്റ് എന്ന നിലയിൽ നമ്മളെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള പല
തീരുമാനങ്ങളും കേന്ദ്ര ഗവൺമെൻറ് നിലനിൽക്കുകയാണ്. ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഈ മാസത്തെ പെൻഷൻ ഈ മാസത്തേക്കുള്ള ഓർഡർ പോയിട്ടുണ്ട്. ആ പെൻഷൻ ഉടനെ വിതരണം ചെയ്യപ്പെടും. അല്ല, ഈ പെൻഷൻ്റെ കാര്യം സാധാരണക്കാരുടെ ഒരു പെൻഷൻ്റെ കാര്യം കൂടി ഒന്ന് അവർ പറഞ്ഞൊന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. അപ്പം അത് 62 ലക്ഷം കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ജനങ്ങൾക്കത് കേൾക്കാൻ താല്പര്യമുള്ളൊരു വിഷയമാണ്. അപ്പോൾ പെൻഷൻ ഇപ്പോൾ തീരുമാനം എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിതരണം ചെയ്യപ്പെടും ഈ മാസത്തെ. ഞങ്ങൾ കേരളത്തിലെ എല്ലാ സ്ഥലത്തും ജനകീയമായി ഈ കാര്യങ്ങൾ നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നൊരു മുന്നണിയാണ്. ഇപ്പോൾ കൊട്ടാരക്കരയെ സംബന്ധിച്ച് ഇതൊരു മുനിസിപ്പൽ മേഖലയിലെ എല്ലാ മേഖലയിൽ നിന്നും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം ചേർന്നിട്ട് എങ്ങനെയാണ് കൊട്ടാരക്കരയിലെ ഈ മുനിസിപ്പാലിറ്റിയിലെ വികസന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക, അത് 5 പ്രധാനപ്പെട്ട മേഖലകളാണ് ഇപ്പോൾ ഒരു സബ്ജക്റ്റായിട്ട് നമ്മൾ ഇവിടെ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മുടെ ജലത്തിൻ്റെ സുരക്ഷിതത്വം വളരെ പ്രശ്നമാണ്. തിരുവനന്തപുരത്തൊക്കെ അമീബ ബാധിച്ച പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉണ്ടല്ലോ, തലച്ചോറിനെ ബാധിക്കുന്ന തരത്തിൽ. അപ്പോൾ ആവശ്യത്തിന് ജലം കിട്ടുക, നല്ല ശുദ്ധജലം, തോടുകളും തെളിനീര് നല്ലപോലെ ഒഴുകുന്ന അരുവികളും, കാർഷിക മേഖലയിൽ നല്ല പുരോഗതി, കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, മാലിന്യമുക്തമായിട്ടുള്ള നമ്മുടെ നഗരവും ഗ്രാമങ്ങളും, ഇങ്ങനെ വിവിധ മേഖലകളിൽ ഉള്ള പ്രവർത്തനങ്ങളാണ് ആലോചിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ ഓരോ കാര്യം ചെയ്യാമെന്നുള്ളത് ഇടപെടലാണ്. അതിനകത്ത് ഇവിടെ പറഞ്ഞ പോലെ സൗകര്യങ്ങൾ, യാത്രാ സൗകര്യം അടക്കം എല്ലാം വരും. ഇതിൻ്റെ കാര്യങ്ങൾ നടക്കും.